കോഴിക്കോട് വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യക്തിയുടെ വീട് കത്തി നശിച്ചു. വെള്ളയിൽ സ്വദേശി ഫൈജാസിന്റെ വീടാണ് നശിച്ചത്. അടിപിടി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പോലീസ് നടപടി. ഇന്ന് രാവിലെ നമുക്കാരെയും സംശയമൊന്നുമില്ല, എന്താ സംഭവിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആള് ഇന്നലെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആളല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഫൈജാസിന്റെ വിഷയം ഇപ്പൊ ഇന്നലെ മുതലൊന്നല്ല, നാട്ടുകാർ നിരന്തരമായിട്ട് 6 വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവിടേക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യും. നാട്ടുകാരായിട്ട് ഒരാളെ ബട്ട് റോഡ് വെച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയും രീതിയിൽ ആയുധം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയിട്ടും ആൾ ഇവിടെ തന്നെ ഉണ്ടാവും. തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് വാതിൽ ചവിട്ടി ഭയങ്കരമായിട്ട് പ്രശ്നമായ സമയത്ത് ആ സമയം മുതലേ നമ്മൾ പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയും ഒരു അർദ്ധരാത്രി സമയത്ത് പോലീസ് പിടിച്ചു കൊണ്ടുപോയും രാവിലെ ഒരു 7 മണിൻ്റെ മുന്നേ തന്നെ 7 മണിയല്ല 6 മണിൻ്റെ മുന്നേ തന്നെ ആളിവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അഖില വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ഇത് എപ്പോഴാണ് സംഭവിച്ചത്? മോത്തി, ഞാനിപ്പോൾ ഫൈജാസിന്റെ വീടിന്റെ മുൻപിലാണുള്ളത്. വീട് ഭാഗികമായി കത്തി നശിച്ച നിലയിലാണ്. അതായത് ഇന്നലെയാണ് ഫൈജാസിനെ അടിപിടി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയോടെയാണ് ഫൈജാസിന്റെ വീട് ഏകദേശം പൂർണ്ണമായി കത്തി നശിച്ച നിലയിൽ ഇന്ന് രാവിലെയോടെ കണ്ടെത്തുന്നത്. നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വീട് കത്തി നശിക്കാനുള്ള കാരണമെന്ന് ഇതുവരെ വ്യക്തതയില്ല. ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റാരെങ്കിലും വന്ന് ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് വന്ന് പരിശോധിച്ചതിന് ശേഷം വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഫൈജാസിനെ പറ്റി നാട്ടുകാർക്ക് വലിയ പരാതികളാണുള്ളത്. നിരന്തരം മദ്യപിച്ച് ശല്യം ചെയ്യുന്ന ഒരാളാണ് ഫൈജാസ്. അതുമായി ബന്ധപ്പെട്ട് ഈ ഫൈജാസിന്റെ കുടുംബവും ഫൈജാസിനെ ഉപേക്ഷിച്ച് പോയിരുന്നു. മദ്യപിച്ചതിന് ശേഷം ഉമ്മയെന്നോ അനുജനെന്നോ ഭാര്യയെന്നോ ഭേദമില്ലാതെ തല്ലുന്ന ഒരാളാണ് ഫൈജാസ്. മാത്രമല്ല നാട്ടുകാർക്കും ഫൈജാസ് വലിയ ശല്യക്കാരനാണ്. കാരണം മദ്യപിച്ചത് വന്നതിന് ശേഷം നാട്ടുകാരിലെ വീടുകളിലൊക്കെ പോയി വാതിൽ മുട്ടിയിട്ട് ഇത്തരത്തിൽ ഈ അസഭ്യം പറയുകയും തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവ് ഈ ഫൈജാസിനുണ്ട്. മാത്രമല്ല ഈ നാട്ടിൽ നിന്ന് പുതിയൊരാൾ പുറത്തു നിന്ന് ആരെങ്കിലും വന്നാൽ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവവും ഫൈജാസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു കുട്ടീനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. കുട്ടി ഈ നാട്ടുകാരിലെ ഈ ഒരു കോളനിയിലേക്ക് കൂട്ടുകാരനെ ആക്കാൻ വന്നതായിരുന്നു. പക്ഷെ ആരാണ് എന്താണ് എന്നെല്ലാം ചോദ്യം ചെയ്ത് ആ കുട്ടിയെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവം കൂടെ ഫൈജാസിന്റെ ഭാഗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളിന്റെ വീടാണ് കത്തി നശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അഖില CP നൽകിയത്.